ഹലോ ഫ്രണ്ട്സ്, നമുക്ക് പെട്ടെന്നൊരു ഷാർജ ഷേക്ക് ഉണ്ടാക്കിയാലോ? ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമാവും. അപ്പോൾ ഇന്ന് പാല് ഫ്രിഡ്ജിലിരിക്കാണ്ട് പഴവും കണ്ട് ബൂസ്റ്റും കണ്ട് അപ്പോൾ അപ്പം എന്നോട് വന്ന് പറഞ്ഞ്, അമ്മ എനിക്ക് ഷേക്ക് ഇതാന്ന് പറഞ്ഞ്. ഞാൻ ഓർത്ത് എപ്പോഴും കഴിക്കാൻ പറ്റില്ലല്ലോ, ഇത് നിങ്ങൾക്ക് ഹെൽത്ത് സമയം കഴിക്കാൻ, ജലദോഷം ചുമ അങ്ങനെ ഒരു അസുഖം ഇല്ലാതിരിക്കുവാണ്. അപ്പോൾ പറഞ്ഞ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ സഹായിക്കാൻ ഓടി വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യമൊക്കെ ചെയ്യുമ്പോൾ കണ്ണപ്പന് ഇടയ്ക്ക് വന്ന് ഒരു ചെയ്തു തരാമെന്നും പറഞ്ഞ് സഹായിക്കും എന്നെ. ചിലപ്പോൾ സഹായിച്ച ഏറ്റവും അവസാനം ഞാനും അവനും കൂടി തല്ലാവും. ആ വിധത്തിലായിക്കോളും എന്നെ സഹായിക്കണത്. ഇന്നെന്തോ വലിയ കാര്യമായിട്ട് ബഹളമൊന്നും വെക്കാതെ നല്ല കൊച്ചായിട്ട് എനിക്ക് ചെയ്തു തന്നത്. അപ്പോൾ പാല് പൊട്ടിക്കാൻ നേരത്തും വന്നിട്ടോ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ മുറിച്ചോളെന്ന് പറഞ്ഞാൽ കൈയൊക്കെ മുറിയൂലോ. ഇല്ല, ഞാനെന്നിട്ട് ഒഴിച്ചു തരാമെന്ന് പറഞ്ഞു ജാറിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല അമ്മ ഒഴിച്ചോളാന്ന് പറഞ്ഞിട്ടും എൻ്റെ കൈ പിടിച്ച് അവനും കൂടി ഒഴിക്കുക കേട്ടോ. ഞാനോർത്ത് ഒഴിച്ചോട്ടെ, ഇതൊക്കെ ഇതുങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യമല്ലേ. ഞാൻ കഴിക്കത്തില്ല കേട്ടോ, പക്ഷേ ഇതുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷാർജ ഷേക്ക്. അപ്പോൾ ഞാനോടത്ത് പാല് സാധനമൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടാക്കിയേക്കാന്ന്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കുള്ളൂ. പിന്നെ ഇപ്പോൾ 2 ദിവസം അവധി ആയതുകൊണ്ടും ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ഞാനും ഇങ്ങനെയുള്ള സാധനമൊക്കെ ഉച്ച നേരത്തൊക്കെ കൊടുക്കുള്ളൂ, വൈകിട്ടൊന്നും കൊടുക്കില്ല കേട്ടോ. ബൂസ്റ്റാൽ പൊട്ടിച്ചോട്ട് പോന്നുമില്ല. ചില സമയത്ത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്താലും അത് ആവത്തില്ല. പിന്നെ ഞാനത് മൊത്തം അതിട്ട് കുടഞ്ഞിട്ടോ. 2 പേർക്കും വേണമല്ലോ, അപ്പോൾ ഒട്ടും കുറയണ്ട. ബൂസ്റ്റ് ഇവിടെ ഒട്ടും കുറയാൻ പാടില്ല. 2 പേർക്കും ബൂസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ കൂടി ഇട്ട് കുറച്ച് പഞ്ചസാര ഇട്ട്, മധുരം നല്ലോണം വേണം. മധുരം കുറഞ്ഞു പോയാൽ ഇവർ സമ്മതിക്കില്ല. അത് തന്നെയല്ല, ഞാനങ്ങനെ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് ഈ സാധനം ഇഷ്ടമല്ല. അപ്പോൾ ഇവർക്കുള്ളത് കൊണ്ട് മധുരം ഇച്ചിരി അത്യാവശ്യം നല്ലോണം ഇട്ടിട്ടാട്ടെ എടുത്തേ. ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം എനിക്ക് നിങ്ങൾക്ക് കഴിക്കാനായിട്ട് ഉച്ചക്കത്തൊക്കെ ഉണ്ടാക്കാൻ. അതുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇതാന്നും പറഞ്ഞ് വന്നത്. ഷാർജ ഷേക്ക് ഉണ്ടാക്കി തന്നും പറഞ്ഞ് ഞാനോർത്ത് അതുണ്ടാക്കി കൊടുത്തിട്ട് ഇനി ഫുഡ് ഉണ്ടാക്കാമെന്ന്. ഇതുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അവന് ഓടി വന്നിട്ട് ടേസ്റ്റ് നോക്കാനായിട്ട്. അവനാണ് എൻ്റെ ടേസ്റ്റർ. എന്തുണ്ടാക്കിയാലും ഓടി വന്നിട്ട് പറയും, അമ്മ നല്ല മണം വന്നിട്ടല്ലോ, നല്ല മണം ഉണ്ടല്ലോ, എന്ത് കൊടുത്താലും നല്ലതാണെന്നേ പറയുള്ളൂ. ഒന്നും അവൻ ഇതുവരെ ചീത്തയെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാനപ്പോൾ 2 പേരെയും ഗ്ലാസ്സിൽ കറക്റ്റ് അളവിൽ ഒഴിച്ചില്ലെങ്കിൽ പണിയാട്ടോ. ഒരാക്കടയിൽ ഇച്ചിരി കൂടിയ കുറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ഇവിടെ യുദ്ധം നടക്കും. അതുകൊണ്ട് തന്നെ ഞാൻ 2 പേരുടെയും ഗ്ലാസ്സിൽ കറക്റ്റ് അളവിലാട്ടോ ഒഴിക്കണേ. ഇച്ചിരി കൂടിയും കുറഞ്ഞും പോകാൻ പാടില്ല. അവനവിടെ നോക്കി നിൽക്കുക, ഏതിലെ കൂടുതൽ ഏതിലെ കുറവെന്ന്. ക്യാഷ് ഇട്ടിട്ട് ക്യാഷ് അരഞ്ഞുമില്ല ഇനി. അപ്പോൾ അവൻ കുടിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞ് നല്ലതാണെന്ന് കുടിച്ചു നോക്കിയിട്ട്. അപ്പോൾ പിന്നെ 2 കൂടി അതും കൊണ്ട് അപ്പുറത്ത് പോയിട്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് അനങ്ങാതിരുന്ന് കുടിക്കല്ലേ. താഴെ നിന്ന് കഴിഞ്ഞാൽ ഗ്ലാസും പൊട്ടും, കാലെ കുപ്പിച്ചിലും കയറും പറഞ്ഞിട്ട് അവൻ്റെ സീറ്റിൽ പോയി ഇരിക്കുള്ളൂ. അവനിരിക്കണം അവിടെ. അവൻ